ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് അയില എങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാവുമല്ലോ അത് എങ്ങനെയെന്നുള്ളത് നോക്കട്ടോ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് ആദ്യം നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ നമ്മളെ വലിയ വെളുത്തുള്ളി വേണം, വലിയ ജീരകം വേണം, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ മുളക് പൊടി. ഞങ്ങൾക്ക് അത്യാവശ്യം കറിയിൽ നല്ല എരിവ് വേണം, അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉലുവ, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി. അപ്പോൾ എരിവ് കുറച്ചുള്ളവർ പച്ചമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ പുളി നല്ലവണ്ണം പിഴിഞ്ഞത്. ഇതെല്ലതും കൂടെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വരണം, നന്നായിട്ട് അരയണം. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇത് മൂന്നും വേണം കേട്ടോ. നമ്മൾ ഈ അരച്ചെടുത്തത് നമ്മൾ മൺചട്ടിക്ക് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച പുളി പാകത്തിന് പിഴിഞ്ഞ് കൊടുക്കട്ടോ. വേണ്ടത് ഇത് നോക്കിയിട്ട്, രുചി നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പുളി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നുകൊണ്ട് കുഴച്ചെടുക്കട്ടോ. കറി കയ്യിലേറ്റാലും വേണ്ടില്ല, കയ്യേറ്റാലും വേണ്ടില്ല, നമ്മൾ വീട്ടിലുള്ളതല്ല. അപ്പോൾ പിന്നെ കയ്യേറ്റാക്കിയാൽ കുഴപ്പമില്ലല്ലോ. നല്ലപോലെ ഇതേപോലെ കണ്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 2 സ്പൂണ് ഇട്ടതാണ്, പോരെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. കറിൻ്റെ മസാലകളൊക്കെ നല്ല പോലെ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതാ മീൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അയിലൻ്റെ തല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അയിലത്തല ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ വരിക. അപ്പോൾ മീനിന് കഷ്ണങ്ങളാക്കിയതൊക്കെ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് തിളച്ച് നല്ല പാകമാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടിയിടുക കേട്ടോ. മീൻ വെന്തെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് കറി തൂമിക്കാൻ എടുക്കേണ്ടത്. വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സബ്സ്ക്രൈബിലൂടെയാണ് 500 സബ്സ്ക്രൈബ് കടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി ഈ ഒരു പരുവത്തിൽ പാകമാകുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം ഒന്ന് അഭിപ്രായം പറയണേ.